മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 17-12-1960 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അനിഴമാണ് നക്ഷത്രം. അനിഴം 3-ാം പാദം. തുലാലഗ്നം. 2-ൽ ചന്ദ്രൻ, ബുധൻ. 3-ൽ സൂര്യൻ, ശനി, വ്യാഴം. 4-ൽ ശുക്രൻ, 5-ൽ കേതു. 6, 7, 8 ഭാവങ്ങൾ ശൂന്യം. 9-ൽ ഭാഗ്യസ്ഥാനത്ത് കുജൻ. 10 ശൂന്യം. 11-ൽ രാഹു. 12-ൽ ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. അനിഴം നാൾ ചന്ദ്രൻ നീചസ്ഥനായി നിൽക്കുന്നു. ശുക്രലഗ്നം. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം 4-ൽ നിൽക്കുന്നു. 4-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനിയാവട്ടെ 3-ൽ വ്യാഴത്തോടൊത്ത് ശത്രുവായ സൂര്യനോടൊത്ത് നിൽക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ശനിയുടെ പൊസിഷൻ തന്നെയാണിത്. 3-ലെ ശനി പൊതുവെ നല്ലതാണ്. പക്ഷേ സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയെ പ്രത്യേകം കരുതുക തന്നെ വേണം. പ്രത്യേകിച്ച് വീട്, വാഹനങ്ങൾ, ലോൺ അല്ലെങ്കിൽ ബാധ്യതകൾ പോലെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും 4-ാം ഭാവം ശനി ഗ്രഹമായിട്ട് വരികയും അത് സൂര്യനോടൊത്ത് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മേൽപ്പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അബദ്ധങ്ങൾ, തർക്കങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ, വഴക്കുകൾ, ബുദ്ധിമുട്ടുകൾ പോലെയുള്ള സാഹചര്യങ്ങളിലൂടെ ഈ വ്യക്തി കടന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് കൃത്യമായ ഒരു സമയവുമുണ്ട്. പ്രത്യേകിച്ചും ഈ വ്യക്തിയുടെ ലഗ്നം ശുക്ര ലഗ്നമാണ്. അവിടേക്ക് ഗുളികൻ 12-ൽ നിൽക്കുന്നു. ഗുളികൻ്റെ 2-ാം ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഇടവിട്ടോ സ്ഥിരമായിട്ടോ ഒക്കെ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്ന് മുമ്പേ ആരോഗ്യപരമായി പോയിരുന്ന ഒരു സമയത്തെ മാറ്റിക്കൊണ്ട് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. എല്ലാവർക്കും 100-ൽ 100 പേർക്കും അങ്ങനെ സംഭവിക്കുമെന്നല്ല, പക്ഷേ അധികവും അങ്ങനെ കണ്ടുവരുന്നുണ്ട് എന്ന് മാത്രം കരുതുക. അതുപോലെ തന്നെയാണ് ചന്ദ്രൻ നീചസ്ഥനായി നിൽക്കുന്നു ബുധനോടൊപ്പം. 3-ാം, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപനായിട്ടുള്ള ഗ്രഹമാകട്ടെ കുജൻ ബുധൻ്റെ ക്ഷേത്രത്തിലും നിൽക്കുന്നു. ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. ചന്ദ്രൻ നീചസ്ഥനായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇളക്കങ്ങൾ തട്ടാം. അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ അബദ്ധങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് വീണ്ടും അബദ്ധങ്ങളിലേക്ക് സഞ്ചരിക്കാം. അങ്ങനെ ഒരു അർത്ഥം കൂടെ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് 1, 2, 3, 4, 5 മനസ്സിൻ്റെ സ്ഥാനത്ത്, സന്താന സ്ഥാനത്ത് കേതു. അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായ 7-ാം ദൃഷ്ടി. അതോടൊപ്പം തന്നെ ശക്തനായ ശനിയുടെ, സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടി. അങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ സന്താന സംബന്ധമായി ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, വിഷമതകളൊക്കെ വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഈ വ്യക്തിക്ക് അത് 100-ൽ 100% ഉണ്ട് താനും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനിയായിട്ട് വരികയും അത് സൂര്യനോടൊത്ത് നിൽക്കുകയും ചെയ്യുന്നു. അവിടേക്ക് കുജൻ്റെ 7-ാം ദൃഷ്ടിയുണ്ട്. കുജനിലേക്ക് ശനിയുടെ 7-ാം ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഈ ഒരൊറ്റ രാശിയുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 5-ലാകട്ടെ സന്താന സ്ഥാനത്ത്, മനസ്സിൻ്റെ സ്ഥാനത്ത് കേതു രാഹുവിൻ്റെ 7-ാം ദൃഷ്ടിയിൽ നിൽക്കുകയും ചെയ്യുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. സന്താന സംബന്ധമായിട്ട്, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, തർക്കങ്ങൾ, അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ഈ വ്യക്തി ചെയ്യുക, ചിന്തിക്കുക, പറയുക, പ്രവർത്തിക്കുക വഴി അവരിൽ നിന്നും നീരസം, അനിഷ്ടം അനുഭവത്തിൽ വരിക. ഇത് കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ അത് ഉള്ളത് തന്നെയാണ്. അത് കൃത്യമായി മനസ്സിലായാൽ അതിൽ നിന്നും വിഭിന്നമായി ചിന്തിച്ച് ശരിയായ രീതിയിൽ ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒരു പരിധി വരെയൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ ഒറ്റപ്പെടുന്ന അവസ്ഥകളിലൂടെയും സഞ്ചരിക്കേണ്ടി വരാം മാനസികമായിട്ട്.
യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചെയ്യുന്നതാണ് അബദ്ധം. പക്ഷേ മറ്റുള്ളവരാണ് അബദ്ധം ചെയ്യുന്നതെന്ന് ഇദ്ദേഹം ചിന്തിക്കുകയും അവരതിനോട് പ്രതികരിക്കുന്ന സമയത്ത് അവർ തന്നെ ഒറ്റപ്പെടുത്തി എന്ന് സ്വയം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ചും ഇത്തരക്കാർക്ക് ശനിദശ അത് ജന്മശിഷ്ടമായി തന്നെ കടന്നുപോയി അതിന് ശേഷമുള്ള ശനിയുടെ അപഹാരങ്ങൾ, പ്രത്യേകിച്ച് ഏത് വലിയ യോഗം കൊടുക്കുന്ന ദശ ആണെങ്കിൽ പോലും അതിൽ ശനിയുടെ അപഹാരം വരുന്ന സമയത്ത് ഇത്തരം ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ അപഹാരം എന്ന് പറയുന്നത് ചന്ദ്രദശയാണ് നടക്കുന്നത്. ചന്ദ്രനിൽ ശനിയുടെ അപഹാരം 2024 ഏപ്രിൽ 18 തൊട്ട് 2025 നവംബർ 17 വരെ. ഈ 2024 ഏപ്രിൽ 18 തൊട്ട് ഈ വ്യക്തി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പിടിക്കുന്നതെല്ലാം വള്ളികളാണ്. പുള്ളിയുടെ കാഴ്ചപ്പാടിൽ അത് അങ്ങേയറ്റം ശരിയാണ്. പക്ഷേ അതിൽ പല അബദ്ധങ്ങളും അറിഞ്ഞോ അറിയാതെയോ തുടർച്ചയായി കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെ തുടർന്ന് വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സമയം ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണത്. അപ്പോൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നത് മാത്രമാണ് അതിൻ്റെ പരിഹാരം. ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു സമയത്തിന് ശേഷം ചിന്തിച്ചാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള, കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് മനസ്സിനെ കൊണ്ടു ചെന്നെത്തിക്കാൻ സാധിക്കും. ആ സമയത്ത് അത് സുഗമമായി തന്നെ നടന്നുകൊള്ളുകയും ചെയ്യും, ആർക്കും വലിയ അനിഷ്ടങ്ങൾക്ക് ഇട കൊടുക്കാതെ തന്നെ. പക്ഷേ ഈ സമയത്ത് തന്നെ അത് വാശിയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ, കുടുംബത്തിനകത്ത് തന്നെ, പ്രത്യേകിച്ചും വീട്ടിനകത്ത് തന്നെയുള്ള ഒരുപാട് ആളുകളെ അത് മാനസികമായി ബുദ്ധിമുട്ടിക്കാം. ഇതിവിടെ കറക്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ലൈവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെയാണ് 12-ലെ ഗുളികൻ. ചെലവിൻ്റെ സ്ഥാനത്ത്, വ്യയസ്ഥാനത്ത് ഗുളികൻ നിൽക്കുന്നു. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ വള്ളിക്കെട്ടുകൾ വഴി അനാവശ്യമായി ചെലവുകൾ വന്ന് ചാടുക, ഇതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇതും വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം കൂടാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ ഈ ശനി, സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനി, പ്രഷർ, രക്തസമ്മർദ്ദം മുതലായ അസുഖങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശ്രദ്ധിച്ച് തന്നെ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് തന്നെ ഇത്തരം വ്യക്തികൾ നേരത്തെ കൂട്ടി പോകേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞു ശനിയുടെ അപഹാരങ്ങൾ പ്രത്യേകം, ശനിദശ നേരത്തെ തന്നെ തീർന്ന സ്ഥിതിക്ക് ശനിയുടെ അപഹാരങ്ങളെ വളരെയധികം കരുതുക തന്നെ വേണം. ശക്തനാണ് പൊതുവെ ശനി, കർമാധിപൻ കൂടാണ്. കുജൻ്റെ 7ാം ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. ആ ശനി സൂര്യനോടൊത്ത് നിന്ന് സന്താന സ്ഥാനത്തേക്ക്, മനസ്സിൻ്റെ സ്ഥാനത്തേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു. അപ്പോൾ മനസ്സ് സംബന്ധമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, ചന്ദ്രൻ നീചസ്ഥനുമാണ്. അങ്ങനെയുള്ളപ്പോൾ ഇത്തരം വ്യക്തികൾ എടുക്കുന്ന തീരുമാനങ്ങൾ, മനസ്സ് സഞ്ചരിക്കുന്ന വഴികളെ പ്രത്യേകം ക്രമപ്പെടുത്തി ക്രോഡീകരിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അതല്ലാത്ത പക്ഷം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. ചെയ്യുന്ന പ്രവൃത്തി ശരിയാണെങ്കിൽ പോലും ചെയ്യുന്ന രീതി തെറ്റായിരിക്കും. ഇതാണ് പ്രധാനമായിട്ടും ഇത്തരം വ്യക്തികളിൽ കാണാവുന്ന ഏറ്റവും വലിയ ഒരു ന്യൂനത എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയാണിത്. അതുപോലെ തന്നെയാണ് 5ാം ഭാവം 6ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം സൂര്യനോടും ശനിയോടും ഒത്ത് ആണ് നിൽക്കുന്നത്. കുജൻ്റെ ദൃഷ്ടിയും അവിടെ ഉണ്ട്. ഇത്തരം ആളുകൾ ഹെൽത്ത് ഇഷ്യൂസിനെ പ്രത്യേകം കരുതുകയും വേണം. പ്രത്യേകിച്ചും ശനിയുടെ അപഹാരം പോലെയുള്ള സമയങ്ങളിൽ ഹെൽത്ത് ഇഷ്യൂസിനെ പ്രത്യേകം, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് തന്നെ പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയാണിത്. അങ്ങനെ പോകുന്ന പക്ഷം കണ്ണിൽ കൊള്ളേണ്ടത് ഒരുവിധം പുരികത്തെങ്കിലും കൊള്ളിച്ച് നിർത്താൻ സാധിക്കുമെന്നതിൽ തർക്കമില്ല. അത്രയേ ചെയ്യാൻ കഴിയുള്ളൂ. 100% നമ്മൾ ഒരു കൃത്യമായിട്ട് പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ 5-ലേക്ക് ഏത് ഒരിക്കലും 6-ലേക്കോ 4-ലേക്കോ മാറില്ല. പക്ഷേ അതിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനെക്കൊണ്ടുള്ള ഉപദ്രവങ്ങളെ, നെഗറ്റീവ്സിനെ കുറയ്ക്കാൻ ഒരു പരിധിയിൽ കൂടുതൽ സാധിക്കും. ഇതാണ് പരിഹാരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ശനിദശയിലായിരുന്നു ജനനം, 70 വരെ ജന്മശിഷ്ടം ശനിദശ, അതിനുശേഷം ബുധൻ 87 വരെ, അതിനുശേഷം 7 കൊല്ലം കേതു, ശേഷം ശുക്രൻ 20 കൊല്ലം 2014 വരെ, ശേഷം 6 കൊല്ലം സൂര്യദശയായിരുന്നു 2020 വരെ. സൂര്യദശയ്ക്ക് ശേഷം ചന്ദ്രദശ 10 കൊല്ലം, ഇപ്പോഴത്തെ നടപ്പ് ദശയും ചന്ദ്രൻ തന്നെ 2030 വരെ. അതിനുശേഷമാണ് കുജദശ 2037 വരെ, ശേഷം രാഹു. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്.
നടപ്പ് ദശ നേരത്തെ പറഞ്ഞു, ചന്ദ്രനിൽ ശനിയുടെ അപഹാരമാണ്. ചന്ദ്രനിൽ നീചസ്ഥനായി നിൽക്കുന്ന ചന്ദ്രൻ, ശനിയുടെ അപഹാരം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും വീട് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഒരല്പം നീട്ടിവെക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടും ഗുണങ്ങൾ, നേട്ടങ്ങൾ, മെച്ചങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതല്ലാത്ത പക്ഷം വാശിയോടെ കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കിയാൽ ബുദ്ധിമുട്ടുകളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, അതിലൂടെ കടന്നു പോകേണ്ടി വരും, മനസ്സ് അസ്വസ്ഥമാക്കേണ്ടി വരും എന്നും തിരിച്ചറിയുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.